ഒരു കാര്യം പറയട്ടെ, ഇന്നിപ്പോഴും വീഡിയോ കാണുന്ന പലരുടെയും കയ്യിൽ കോടികൾ മൂല്യമുള്ള ബിസിനസ് ഐഡിയ ഉണ്ടാകാം. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ഐഡിയ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ അത് ചെയ്ത് കോടികൾ ഉണ്ടാക്കിയിരിക്കാം. അതെ, സ്വപ്നമുണ്ടായിട്ടും ജീവിതത്തിൽ തോറ്റുപോയ ആളുകൾ ചെയ്ത വലിയ 10 തെറ്റുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നോ, എനിക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അല്പം കഴിയട്ടെ, സമയം ശരിയായാൽ അപ്പോൾ തുടങ്ങാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന അതേ ബിസിനസ് ഐഡിയയുമായി മറ്റൊരാൾ ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകാം. അപ്പോഴും പലരും സങ്കടത്തോടെ പറയുന്നത് കേൾക്കാം, അത് എന്റെ ഐഡിയ ആയിരുന്നു. പലർക്കും എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണിത്. അതെ, നിങ്ങൾ നല്ല സമയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്തിന് ഒരു അംശം പോലും ഇല്ലാതെ പലരും കോടീശ്വരന്മാരായി. പക്ഷെ മികച്ച ഐഡിയ കയ്യിലുണ്ടായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഐഡിയ മനസ്സിലിട്ട് ആലോചനയിൽ മാത്രമാണ്. എന്തുകൊണ്ട് പലർക്കും ഐഡിയ ബിസിനസ് ആക്കി മാറ്റാൻ കഴിയാത്തതെന്ന് അറിയാമോ? കാരണം ബിസിനസ് എന്നത് പാഷൻ കൊണ്ടല്ല വിജയിക്കുന്നത്, അത് വിജയിക്കുന്നത് സ്ട്രാറ്റജി കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ സീരിയസ് ആയി അതൊരു ബിസിനസ് ആക്കി മാറണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ജീവിതം മാറ്റിമറിക്കണം, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ട 10 കാര്യങ്ങൾ. ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗൂഗിൾ തിയറിയല്ല, MBA ബുക്ക് തിയറിയും അല്ല, റിയൽ ബിസിനസ് ബാറ്റിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിജയിച്ച 3000-ലധികം സംരംഭകരെ സൃഷ്ടിച്ച എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്കും വിജയിക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഒരു കൈപ്പേറിയ സത്യം ഞാൻ തുറന്നു പറയാം. പാഷൻ കൊണ്ട് മാത്രം ആരും വിജയിക്കില്ല. പാഷൻ കൊണ്ട് മാത്രം വിജയിക്കുന്നെങ്കിൽ കേരളത്തിലെ പകുതി യൂട്യൂബേഴ്സും ഇന്ന് കോടീശ്വരന്മാരായിരുന്നു. നിങ്ങൾ ഒരു മേഖലയിൽ പാഷൻ ഉണ്ടാകാം, പക്ഷെ അതിന് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ, ഡിമാൻഡ് ഇല്ലെങ്കിൽ, അതൊരിക്കലും ഒരു ബിസിനസ് അല്ല. എക്സ്പെൻസീവ് ആയ ഒരു ഹോബി മാത്രമാണത്. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ഈ ബിസിനസ് കൊണ്ട് ആളുകളുടെ ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന്. മറ്റു പലർക്കും സാധിക്കാത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൊണ്ട് സാധിച്ചെങ്കിൽ പണം താനേ വരും. നമ്മുടെ കൂട്ടത്തിൽ പലരും ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് പണം വരണം. അതിനായി തിങ്കളാഴ്ച ഹോട്ടൽ ബിസിനസ് ഐഡിയ, ചൊവ്വാഴ്ച ട്രേഡിംഗ് ബിസിനസ് ഐഡിയ, ബുധനാഴ്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഐഡിയ, വ്യാഴാഴ്ച ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ്. സത്യമായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിലും ഫോക്കസ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഭൂരിഭാഗം പേരും വിജയിക്കാത്തത്. ഒരു വിത്ത് നട്ടാൽ നാളെ തന്നെ അതിൽ കായ ഉണ്ടാവില്ല. ഒരു ബിസിനസ് ചൂസ് ചെയ്താൽ കുറഞ്ഞത് അതിൽ 3 മുതൽ 5 വർഷം വരെ കാത്തിരിക്കണം. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ എന്നും ഓർക്കേണ്ട വർക്കിംഗ് മെസ്സേജ് പറയാം. ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിട്ട് പാർട്ണർഷിപ്പ് കൂട്ടരുത്. പല ബിസിനസ്സുകളും ഫെയിൽ ആവുന്നതിന്റെ പ്രധാന കാരണം മാർക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പാർട്ണർമാരാണ്. പണം വരുമ്പോൾ ഫയറ്റും ലോസ് വരുമ്പോൾ ബ്ലെയിമും ചെയ്യുന്ന പാർട്ണർമാരാണ് പല ബിസിനസ്സും ഇല്ലാതാക്കുന്നത്. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പിലാണെങ്കിൽ അത് എത്ര വലിയ സുഹൃത്താണെങ്കിൽ പോലും റിട്ടേൺ എഗ്രിമെന്റ് വെച്ച് ഓരോരുത്തരുടെയും റോളുകൾ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പ്രോഫിറ്റ് ഷെയറിംഗ് മോഡ് ആദ്യമേ ക്ലാരിറ്റി വരുത്തി ഒരേ വിഷയമുള്ള വ്യക്തികൾ മാത്രമാണ് പാർട്ണർഷിപ്പിന് വേണ്ടി ആദ്യം ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നഷ്ടമാകുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് കൂടി നഷ്ടമാവും. പലർക്കും പറ്റുന്ന അടുത്ത ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്നത് ലോണിന് തലവെക്കുക എന്നതാണ്. മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് സ്മോൾ സ്കെയിലിൽ തുടങ്ങി നിങ്ങൾക്ക് കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അവരുടെ റെസ്പോൺസ് പഠിച്ച ശേഷം മാത്രം സ്കെയിൽ അപ്പിനായി ശ്രമിക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡാണ്. ബ്രാൻഡ് ഇല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ല. നിങ്ങൾ സ്വയം ഒതുങ്ങിപ്പോവും. ഇന്നത്തെ ലോകത്ത് പ്രൊഡക്റ്റ് മാത്രം പോരാ, ബ്രാൻഡ് കൂടി വേണം. ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, ട്രസ്റ്റ് ആണ് വാങ്ങുന്നത്. വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്രസൻസ് 100% ആവശ്യമാണ്. അതേപോലെ തന്നെ ലോഗോ, വെബ്സൈറ്റ്, ഗൂഗിൾ പ്രസൻസ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള അടിസ്ഥാന ടൂളുകളാണ്. നിങ്ങൾ ഓൺലൈൻ ഇനിയും ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബിസിനസ് ഇൻവിസിബിൾ ആയി മാറും. അടുത്തൊരു പോയിന്റ് ആണ് സിസ്റ്റം എന്നത്. അത് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രസൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഓണർ അല്ല, യു ആർ ദ എംപ്ലോയി ഓഫ് യുവർ ഓൺ കമ്പനി. അതെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ ഒരു തൊഴിലാളി മാത്രമാണ്. സിസ്റ്റം വേണം, അതേപോലെ തന്നെ SOP വേണം, ഓട്ടോമേഷൻ വേണം, ടീം വേണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് സ്കെയിൽ അപ്പ് ആവുന്നത്. ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ വലിയ പ്രോഫിറ്റ് വേണമെന്ന് കരുതുന്നത് അടുത്ത ഏറ്റവും വലിയ തെറ്റാണ്. ബിസിനസ് തുടങ്ങാൻ പോകുന്നവരുടെ കയ്യിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും സർവൈവൽ മണി വേണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ബിസിനസ് എന്നത് ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല, അതൊരു ശരിക്കും ഒരു കല്യാണം പോലെയാണ്. കമ്മിറ്റ്മെന്റ് വേണം, പേഷ്യൻസ് വേണം, പലതും സാക്രിഫൈസ് ചെയ്യണം. ഉറപ്പിച്ചു പറയാം, 5 വർഷം സ്ട്രഗിൾ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ബിസിനസ്സിലായിട്ട് ഇറങ്ങരുത്. നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ ബിസിനസ് നിങ്ങളുടെ ഹിസ്റ്ററി മാത്രമല്ല, ഫാമിലി ഹിസ്റ്ററി എന്ന് മാറ്റി. ഇപ്പോഴും ജോലി, സാലറി, ഇതൊക്കെ ജീവിതം സർവൈവ് ചെയ്യും. എന്നാൽ ബിസിനസ് എന്നത് ലെഗസി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് മറ്റുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്. അത് നിങ്ങളുടെ ഡ്രീം ബിസിനസ് ആയി മാറട്ടെ. ഈ വീഡിയോ ഒരു ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യൂ. കാരണം കേരളത്തിൽ കൂടുതൽ ജോബ് സീക്കേഴ്സിനെ അല്ല ആവശ്യം, ജോബ് ക്രിയേറ്റേഴ്സിനെയാണ് ആവശ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.